ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. വലിയ നോമ്പിൻ്റെ 2026 പീഡാസഹന വാരത്തിലെ വലിയ വെള്ളിയാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചു. എല്ലാവരും ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനത്തെ ധ്യാനിക്കുവാൻ, മാനവരാശി മുഴുവനും സർവചരാചരങ്ങളും അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ ഭൂമിയിലേക്ക് അയച്ചിട്ട് യഹൂദന്മാരുടെ കൈകളിൽ അകപ്പെട്ട് നമ്മുടെ കർത്താവ് 3 ആണികളിൽ കാൽവരിയുടെ നെറുകയിൽ യാഗമായി തീർന്നതിൻ്റെ ഓർമ്മ. പെസഹ പെരുന്നാളിൽ പുത്രൻ തമ്പുരാൻ തൻ്റെ ശരീരവും രക്തവും എടുത്ത് വാഴ്ത്തി മുറിച്ച് ലോകത്തിന് നൽകിയെങ്കിൽ, ഈ വെള്ളിയാഴ്ച ദിവസം പിതാവായ ദൈവം തൻ്റെ പുത്രനെ കരങ്ങളിലെടുത്ത് വാഴ്ത്തി മുറിച്ച് ലോകത്തിന് നൽകുകയാണ്. ലോകം മുഴുവൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വിഭജനം നടക്കുന്നത്. ദൈവമക്കളെ, ലോകം മുഴുവൻ്റെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ രക്ഷാകര പദ്ധതിയുടെ ആരംഭം ഒരു കല്ലിടാവിൽ ആരംഭിച്ച് തിരുപ്പിറവിയിൽ ആരംഭിക്കുന്നുവെങ്കിലും ആ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണമാണ് കാൽവരി കുരിശിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. ഗോകുൽത്തായുടെ മുകളിൽ താൻ നഗ്നനായി തൂക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആ തിരുരക്തവും തിരുജലവും മാനവരാശിയെ വീണ്ടെടുക്കുകയാണ്. ദൈവമക്കളെ, ബാറാബാസിനെ വിട്ടുകിട്ടാനും യേശുവിനെ ക്രൂശിക്കുവാനും ആവശ്യപ്പെടുകയാണ്. ഒരു എലക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. സ്വാതന്ത്ര്യം നമുക്കുണ്ട് ടു എലക്ട് ഒരു കൂട്ടുകാരനെ, ഒരു കൂട്ടുകാരിയെ, ഒരു ജോലി. ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഒരു എലക്ഷൻ നമുക്കുണ്ട്. സ്വാതന്ത്ര്യം നമുക്കുണ്ട്, ആരെ വേണം ആരെ വേണ്ട എന്ന്. നമുക്കറിയാം, നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഈ കൊച്ചു ജീവിതത്തിൽ നല്ല ഒരു എലക്ഷൻ, അതിന് തക്ക വിധമുള്ള ജ്ഞാനം പരിശുദ്ധാത്മാവ് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം പുത്തൂർക്കുടലിൽ ജയ്മോനച്ചൻ.